രാഷ്ട്രീയത്തിൽ ചരിത്രം വഴിമാറുമെന്നും ഇടതുപക്ഷം മൂന്നാം തവണയും അധികാരത്തിലേറുമെന്നും ഉറപ്പിച്ചു പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയെന്നും ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരണ തുടർച്ചയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി മൂന്നാം ടൈമിലേക്കുള്ള LDFന്റെ അധികാര പ്രവേശനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരിക്കും നാളത്തെ വോട്ടെണ്ണൽ ഫലമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിക്കാത്ത ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളെ പരിഹസിച്ച അദ്ദേഹം പ്രതിപക്ഷത്തിന് കൃത്യമായ ദിശാബോധമില്ലെന്ന് കുറ്റപ്പെടുത്തി. കോൺഗ്രസിൽ 1 കോടി തർക്കങ്ങളാണുള്ളത്. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ ഇത്തരം തർക്കങ്ങൾക്കിടയിൽ മടുത്തു തുടങ്ങൂ. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടത് സുസ്ഥിരമായ ഭരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ ഏക അത്താണിയായി കാണുന്നത് ഇടതുപക്ഷ മുന്നണി സർക്കാരിനെയാണ്. പാവപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെട്ട രീതി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് വോട്ടായി മാറുമെന്ന് പാർട്ടി ഉറപ്പുണ്ട്. LDF ഭരണം മാറിയാൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മടുക്കുമോ എന്ന ടെൻഷൻ സാധാരണക്കാർക്കുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് ലഭിച്ച താങ്ങും തണലും മറക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നടക്കുന്നവർ മാത്രമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷ മതികളും പാവപ്പെട്ടവരും ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവാണ് ആഗ്രഹിക്കുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ലഭിച്ച പ്രാഥമിക കണക്കുകൾ ഇത് ശരിവെക്കുന്നു. UDFന്റെ വിജയപ്രതീക്ഷ ഇല്ലാത്ത കാര്യങ്ങളെ ഊതി വീർപ്പിച്ചിട്ടുണ്ടാകുന്നതാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വലിയ വിജയമുണ്ടാകുമെന്ന് പറഞ്ഞ അണികളെ പിടിച്ചു നിർത്താനാണ് UDF ശ്രമിക്കുന്നത്. എന്നാൽ താഴെത്തട്ടിലെ യാഥാർത്ഥ്യം അതല്ലെന്ന് വോട്ടെണ്ണൽ കഴിയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം പരിഹസിച്ചു. സംസ്ഥാനത്ത് എവിടെയും സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. സാധാരണയായി ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പുകളെ ബാധിക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ജനങ്ങൾ സർക്കാരിനൊപ്പമാണ് നിന്നത്. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നു എന്ന UDFന്റെ വാദം വെറും പൊള്ളയാണ്. ഇല്ലാത്ത വിഷയങ്ങളെ വിവാദങ്ങളാക്കി മാറ്റി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. എന്നാൽ അത്തരം കുപ്രചാരണങ്ങളെയെല്ലാം ജനം തള്ളിക്കളയുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്നത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ്. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ മാറ്റം വരെ ജനങ്ങളുടെ മുൻപിലുണ്ട്. ഈ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് UDF ശ്രമിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. 90-100 സീറ്റുകൾ ലഭിക്കുമെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും 80-ൽ കൂടുതൽ സീറ്റുകൾ നേടി ഇടതുപക്ഷം സുരക്ഷിതമായി അധികാരത്തിൽ വരും. മൂന്നാം തവണയും ഭരണത്തിൽ എത്തുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു സന്ദേശമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം തവണ ഇടതുപക്ഷം ഭരണത്തിൽ വന്നപ്പോൾ തന്നെ ഇത് ചരിത്രമായിരുന്നു. തുടർച്ചയായ മൂന്നാം വിജയത്തിലൂടെ ആ ചരിത്രത്തെ തിരുത്തി എഴുതാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. ജനകീയ അടിത്തറ കൂടുതൽ ശക്തമാക്കാൻ ഈ വിജയം സഹായിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ചില മണ്ഡലങ്ങളിൽ വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ അത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് മാത്രം അനുകൂലമായ ഏകപക്ഷീയമായ നീക്കമല്ല. ഓരോ പ്രദേശത്തെയും പ്രാദേശിക ഘടകങ്ങളാണ് വോട്ട് മാറ്റങ്ങൾക്ക് കാരണമായത്. ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ രീതിയിൽ ബാധിക്കില്ല. വോട്ട് ശതമാനം കൂടിയതിനെ കുറിച്ച് ഉയർന്ന നിരീക്ഷണങ്ങളെയും അദ്ദേഹം തള്ളി. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ആർക്കെങ്കിലും അനുകൂലമോ പ്രതികൂലമോ ആണെന്ന് ഇപ്പോൾ പറയാനാവില്ല. ഉയർന്ന പോളിംഗ് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും അത് LDFന് ഗുണകരമാകുമെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ഡീൽ ആരോപണങ്ങൾ വികസന ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായിരുന്നു. രാഷ്ട്രീയമായി ഒന്നും പറയാനില്ലാത്തപ്പോഴാണ് പ്രതിപക്ഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ജനങ്ങൾ ഇത്തരം ഡീൽ കഥകളിൽ വിശ്വസിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായി എന്ന വാദവും ഗോവിന്ദൻ മാസ്റ്റർ തള്ളി. ചില പ്രത്യേക പ്രദേശങ്ങളിൽ അത്തരം ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള പൊതുധാരയല്ല. എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷത്തെ വിശ്വസിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ യാതൊരു അനിശ്ചിതത്വവുമില്ല. LDFൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാൻ 1 മണിക്കൂർ സമയം പോലും വേണ്ട. കാര്യങ്ങൾ വ്യക്തമാണെന്നും പാർട്ടിയിൽ കൃത്യമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു മുന്നണികളെ പോലെ പാളയത്തിൽ പട നടത്തേണ്ട സാഹചര്യം ഇടതുപക്ഷത്തിനില്ല. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണം വരെ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇത്തവണയും പ്രതിഫലിക്കുക. ജനകീയനായ ഒരു നേതാവിനെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് LDF വോട്ട് ചോദിച്ചത്. അത് ശരിയായ ദിശയിലായിരുന്നുവെന്ന് നാളെ തെളിയും. കേരളത്തെ പുതിയൊരു ഉയരത്തിലേക്ക് നയിക്കാൻ മൂന്നാം ഇടതുപക്ഷ സർക്കാരിന് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് MV ഗോവിന്ദൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.